ആഭാലവൃദ്ധ ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ നമസ്കാരം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗജേന്ദ്രമോക്ഷമാണ്. പണ്ട് പാണ്ഡ്യരാജ്യത്ത് ഒരു വിഷ്ണുഭക്തനായ ഒരു രാജാവുണ്ടായിരുന്നു. ഇന്ദ്രദ്യുമ്നൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പാണ്ഡ്യരാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഒരു ഭാഗമായിരുന്നു. പാണ്ഡ്യൻ, ചേരം, ചോളം എന്നിങ്ങനെ നാട്ടുരാജ്യങ്ങളായിരുന്നു ഒന്ന്. അതിൽ പാണ്ഡ്യരാജ്യത്തിൽ ഉണ്ടായിരുന്ന ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവ് ഭയങ്കരമായ വിഷ്ണുഭക്തനായിരുന്നു. അദ്ദേഹം പ്രഭാതമായി കഴിഞ്ഞാൽ ഉടനെ നദിയിൽ പോയി കുളിച്ച ശേഷം ആ നദിയിൽ തന്നെ നിന്നുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കും. മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനായിരുന്നു, പ്രാർത്ഥിക്കും. അതിനുശേഷം ഭഗവാനെ നൈവേദ്യം കഴിച്ച ശേഷം ആഹാരം കഴിക്കും. അതിനുശേഷമേ രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്നു പതിവുള്ളൂ. ഉച്ചയ്ക്കും ഇതുപോലെ ചെയ്യും, വൈകുന്നേരവും ഇതുപോലെ ചെയ്യും, രാത്രി കിടക്കുമ്പോഴും ഇതുപോലെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സമയവും അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ഭക്തനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മലയപർവ്വതത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു നദിയിൽ അദ്ദേഹം സവാര പോകാറുള്ള ഒരു നദിയിൽ പോയി പ്രഭാതത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ നിന്നുകൊണ്ട് ധ്യാനിച്ച് അർഘ്യമൊക്കെ വിട്ട ശേഷം ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് വരുന്നു. ആ സമയത്ത് അഗസ്ത്യമുനി യാദൃച്ഛികമായി അവിടെ വന്നു. അദ്ദേഹം അക്കരെ കടക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട്. ചില പുരാണങ്ങളിൽ കാണുന്നു, ചിലതിൽ വന്നു എന്ന് മാത്രമേ കാണുന്നുള്ളൂ. യാദൃച്ഛികമായി അവിടെ വന്നു. അദ്ദേഹം മഹാരാജാവിനെ വിളിച്ചു. ഒരുപാട് നേരം വിളിച്ചു. ഇദ്ദേഹം ധ്യാനത്തിലായതുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചില്ല. ഒടുവിൽ കുറേ വിളിച്ച സമയത്ത് അദ്ദേഹം ഉണർന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, നീ ധിക്കാരിയാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന അഗസ്ത്യമാമുനിയാണ് ഞാൻ വന്ന സമയത്ത് നീ എന്നെ ബഹുമാനിച്ചില്ല. അതുകൊണ്ട് നീ ഒരു വലിയ ആനയായിത്തീരെ, കാട്ടാനയായിത്തീരെ എന്ന് ഒരു ശാപം കൊടുത്തു. അപ്പോൾ ഈ ഇന്ദ്രദ്യുമ്നൻ ഉടനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, മഹർഷേ, ഞാൻ അങ്ങയെ അപമാനിച്ചില്ല, ഞാൻ അങ്ങ് വന്നത് അറിയില്ല. ഞാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം, എനിക്ക് ശാപമോക്ഷണം തരണം എന്ന് അപേക്ഷിച്ചു. അഗസ്ത്യർക്ക് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണ്. അതാണ് മഹാന്മാർക്കും സാധാരണ ആളുകൾക്കുള്ള വ്യത്യാസം. മനസ്സിലായിക്കോളും. അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് സ്വയം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഞാൻ ചെയ്ത് കുറച്ച് തെറ്റിപ്പോയി, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. സാക്ഷാൽ മഹാവിഷ്ണുവിനെ താങ്കൾ ആരാധിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ഞാൻ ചെയ്തു, തെറ്റാണ്. ഏതായാലും എനിക്ക് ശാപമോക്ഷം തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് താങ്കൾ മഹാവിഷ്ണുവിനെ തന്നെ ജപിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് മോചനം നൽകും, ശാപമോക്ഷവും നൽകും എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. ഇദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ വലിയൊരു ആനയായി കാടുകളെല്ലാം ഇങ്ങനെ ചുറ്റി, അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റി നടക്കുന്ന രസം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ അഗസ്ത്യമാമുനിയെ കുറിച്ച് എന്നോട് പലരും ചോദിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന് കുംഭോദ്ഭജൻ എന്ന പേര് വരാൻ കാരണം എന്താണ്? അത് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹം നടന്നു. അങ്ങനെ അദ്ദേഹവും ഈ ആനയും ഗജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് ആനകളും കൂടെ തൃക്കുട്ടം എന്ന ഒരു പുണ്യ നദിയുണ്ട് ഇവിടെ. ആ നദി, അതിൽ കുറച്ച് തടാകവും ഒക്കെ ആയിട്ടുണ്ട്. ഒരുപാട് താമരയുണ്ട്. ഈ ആന എപ്പോഴും ആ താമരയെടുത്ത് മഹാവിഷ്ണുവിനെ വിചാരിച്ചിടും. ഇങ്ങനെ കാട്ടാനയായി സഞ്ചരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും മഹാവിഷ്ണുവായിരുന്നു. എപ്പോഴും കാട്ടിൽ മതിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തും മഹാവിഷ്ണു. ഈ ത്രികുടം കണ്ടപ്പോൾ ഇതിൽ ഇറങ്ങി എപ്പോഴും അതിൽ താമരപ്പൂ ഉണ്ടാവും. ഈ താമരപ്പൂ കുറച്ച് തുമ്പിക്കൈയുണ്ട് മഹാവിഷ്ണുവിൻ്റെ
വിചാരിച്ച് അങ്ങനെ അർച്ചന ചെയ്യും. അങ്ങനെ കുറേ കാലം ചെയ്തു. ഭക്ഷണമില്ല, വെള്ളമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ, ഈ ചെളിവെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മുതല അദ്ദേഹത്തിൻ്റെ കാലിൽ കടന്നു പിടിച്ച സമയത്ത് ഈ ആന ഗജേന്ദ്രൻ കാല് വലിച്ചു, മുതല അങ്ങോട്ട് വലിച്ചു, യാതൊരു രക്ഷയില്ല. അങ്ങനെ കുറേ കാലം കണ്ണീർ ഒഴിച്ചുകൊണ്ട് താമരപ്പൂ വലിച്ച ഭഗവാനെ വിശ്വസിച്ച് ഇങ്ങനെ അർച്ചന ചെയ്തു. അപ്പോൾ ആ താമരപ്പൂവിൽ കൂടെ ഈ ഗജേന്ദ്രൻ്റെ കണ്ണീർ അതിൻ്റെ തണ്ടിൽ കൂടെ ഇറങ്ങി ഭഗവാന്റെ കാലിൽ വീണു. മനസ്സിലാക്കണം, വളരെ കാലം ഇങ്ങനെ കടന്നു ആ നദിയിൽ, പട്ടിണിയായി കടന്നു. ഇത് കാലിൽ പിടിച്ചിരിക്കുന്ന ഇത് മുതല വലിക്കുന്നില്ല. അപ്പോൾ ഭഗവാനെ എന്നെ രക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ താമരപ്പൂ കൊണ്ട് അർച്ചന ചെയ്യുന്നു. അതിലുള്ള തണ്ടിൽ കൂടെ ഈ ഗജേന്ദ്രൻ്റെ കണ്ണീർ വീണ് ഭഗവാന്റെ കാലിൽ വീണു. അങ്ങനെ ചൂടായി വീണു. അപ്പം തന്നെ ഭഗവാനെ ചൂടായി കഴിഞ്ഞു. അയ്യോ, ഇത് നമ്മൾ സഹിക്കാൻ പാടില്ല എങ്ങനെ. പക്ഷേ അദ്ദേഹത്തിന് ചില സമയങ്ങളുണ്ട്, ആ സമയത്തേ വരുള്ളൂ. നമ്മളിങ്ങനെ എന്ത് ബന്ധപ്പെട്ടിട്ടും കാര്യമില്ല. രക്ഷിക്കും പറഞ്ഞാൽ രക്ഷിക്കും, അത് തീർച്ച. പക്ഷെ എപ്പോൾ, എങ്ങനെ, എവിടെ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഈ പാവം ഗജേന്ദ്രൻ കരഞ്ഞ് ഇത്ര വെണ്ണമായി, ആഹാരമില്ല. അങ്ങനെ ആയ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഭഗവാൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡവേഗനായി വന്ന് തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഈ മുതലയെ കഷ്ണമാക്കി ഗജേന്ദ്രനെ രക്ഷിച്ച് ഗജേന്ദ്രന് പഴയപടി ഇന്ദ്രദുമ്നൻ ആയി. ഇനി ഈ മുതല ആരാണ്, എന്താ ഈ മുതല ഇങ്ങനെ വരാൻ കാരണം എന്നൊക്കെ നമ്മൾ വരയ്ക്കും. പണ്ട് ദേവല മഹർഷി ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രഭാതത്തിൽ നദിയിൽ പ്രഭാതവന്ദനം ചെയ്യുന്ന സമയത്ത് ഹൂ 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 എന്നു പേരായ ഒരു ഗന്ധർവൻ അതേ നദിയിൽ തന്നെ അങ്ങനെ നീന്തിയും കൂളയിട്ട് പറഞ്ഞറിയില്ലേ, നദിക്കകത്ത് കൂടെ കുളമാണെങ്കിൽ കുളം, നദിയാണെങ്കിൽ നദി, അതിൻ്റെ അകത്തൂടെ മുങ്ങി ഇങ്ങനെ പൊന്തുക മത്സ്യത്തിനെ പോലെ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ സന്ധ്യാവനം ചെയ്യുന്ന സമയമാണ്. ഇയാൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ദേവല ഋഷിക്ക് കാലിലൊരു ഫീലിംഗ് തോന്നി, ആരോ ഇങ്ങനെ വലിക്കുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താ ഇങ്ങനെ ഉണ്ടാവുമെന്ന്? ഉണ്ടാവും. കടൽ പോയിട്ടുള്ളവർ കടൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാമത്. നമ്മൾ ഈ കടലിൻ്റെ അരികിൽ പോയി നിന്നാൽ അലയടിച്ച് നമ്മുടെ കാലിൽ കൂടെ കയറി കഴിഞ്ഞാൽ അത് പോകുന്ന സമയത്ത് കാലിൻ്റെ അടിയിലുള്ള മണൽ വലിച്ചോണ്ട് പോകും. അപ്പം നമ്മളും അങ്ങോട്ട് പോകുന്ന പോലെ, ആരോ കാലിൻ്റെ അടിയിൽ നിന്ന് വലിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടാവും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇദ്ദേഹം ഇതിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കുളയിട്ട് നടക്കുന്നുണ്ട്. ഈ മണ്ണ് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി ആരോ വലിക്കുന്നു. ഇയാൾ ഇതിൻ്റെ അടിയിലുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ദേവദർശി അത് കഴിഞ്ഞ് ഒന്ന് മുങ്ങി നോക്കുന്ന സമയത്ത് ഇയാൾ മുങ്ങി ഹൂ പെട്ടെന്ന് മുകളിൽ വന്ന സമയത്ത് ഓഹോ, നീയാണോ ധിക്കാരി, ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കാലിൽ ഇങ്ങനെ ഒന്ന് ഉപദ്രവിച്ചുകൊണ്ട് നീ ഒരു മുതലയായി പോവൂ എന്ന് ദേവദർശി ഹുഹുവിനെ ശപിച്ചു. അതാണ് ഈ മുതലയായത്. അപ്പോൾ ഹുഹുവും ചോദിച്ചു, ഞാൻ നിങ്ങളുണ്ടെന്നുള്ള അറിഞ്ഞിട്ട് വേണമെന്ന് ചെയ്തതൊന്നുമല്ല, അപ്പോൾ എനിക്കൊരു ശാപമോക്ഷം തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്താൽ നീ മരിക്കപ്പെടും. മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്താൽ നീ മരിക്കപ്പെടും. അപ്പോൾ നിനക്ക് സ്വന്തം രൂപം കിട്ടും എന്ന് പറഞ്ഞു. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു, ഈ അഗസ്ത്യമുനിക്ക് കുംഭ
കുംഭോത്ഭവൻ എന്ന് പേരുണ്ട് പറഞ്ഞു. കുംഭോത്ഭവൻ എന്ന് പേരുണ്ട് പറഞ്ഞു. അതെന്താണ്, എങ്ങനെ വന്നു, അത് പറഞ്ഞുതരാം. മിത്രവരുണന്മാർ ഒരിക്കൽ, ഇതും ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതും പലരും ചോദിക്കണം, ഈ മിത്രവരുണാദികൾ എന്ന് പറഞ്ഞാണ്. മിത്രൻ പറഞ്ഞാൽ സൂര്യൻ, വരുൺ പറഞ്ഞാൽ വരുണൻ. ഈ മിത്രവരുണാദികൾ ഒരിക്കലിങ്ങനെ ദേവലോകത്തൂടെ ആകാശത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഉർവശി എന്ന അപ്സരസ്, അതായത് ദേവലോകത്തുള്ള നർത്തകി, ഉർവശിയെ എല്ലാവരും അറിയാം. ഞാൻ പല പ്രാവശ്യം പല കഥകളിലും ഉർവശിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉർവശി അർദ്ധനഗ്നയായി നദിയിൽ കുളിക്കുകയായിരുന്നു, വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച്. ഇത് ഇവർ കാണാനിടയായി സമയത്ത് അവരുടെ മനസ്സിനത് വിഷമമായി തോന്നി, അപമാനം പോലെ തോന്നി. കാരണം രണ്ടുപേരും ദേവന്മാരാണല്ലോ. അപ്പോൾ അവർ ഉർവശിയെ ശപിച്ചു. ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ഭാര്യയായി നീ കുറച്ചു കാലം ഇരിക്കണം. ആ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, പുരുപുരുവസിനെ വിവാഹം കഴിച്ചിരുന്നു. ആ ശാപം ഇതാണ്. അപ്പോൾ അത് ശപിച്ചവരാണ് മിത്രവരുണന്മാരാണ് ശപിച്ചത്. അപ്പോൾ ഉർവശി അതിന് ശാപമോക്ഷം ചോദിച്ച സമയത്ത് ഇത് തികച്ചും കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭൂമിയിൽ നീ ഒരുത്തനെ കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതുപോലെ ആ മനുഷ്യൻ കിടക്കയിലല്ലാതെ നഗ്നനായി കാണപ്പെട്ടാൽ നിനക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാം, സ്വർഗത്തിലേക്ക് വരാം. ഈ ഭൂമിയിൽ ജനിക്കൂ പറയാൻ കാരണം എന്താണ്? ഇവർ സ്വർഗത്തുള്ള ആളാണ്. ആരെ? ഈ ഉർവശി, മേനക, ലംബ, തിലോത്തമ പറഞ്ഞ അവരെ സ്ഥിരതാമസം സ്വർഗമാണ്. അപ്പോൾ സ്വർഗത്തിന് നീ അർഹരല്ല, ഭൂമിയിൽ കുറച്ച് നേരം ഇരിക്കുക എന്ന് പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ അഗസ്ത്യമുനിയിലേക്ക് കിടക്കണം. അതുകൊണ്ട് അവസാനിച്ചില്ല. ഇവരെ കണ്ട സമയത്ത് ഇവർക്ക് ഭയങ്കരമായ കാമം ഇവളിൽ ഉദിച്ചു. സ്നേഹം, കാമം എന്ത് വേണമെങ്കിൽ പറയാം, ഉദിച്ചു. അപ്പോൾ അവരുടെ വീര്യം, പുരുഷബീജം അങ്ങനെ താഴത്തേക്ക് പതിച്ചു. അത് പതിച്ചെന്താണ്? ഒരു കുടത്തിലാണ്, കുംഭത്തിലാണ്. ആ കുംഭത്തിൽ പതിച്ചു. അതിൽ നിന്ന് ഇദ്ദേഹം ഉണ്ടായി, അഗസ്ത്യൻ ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് കുംഭോത്ഭവൻ, കുംഭത്തിൽ നിന്നും ഉണ്ടായവൻ എന്ന് ഒരു പേര് സൃഷ്ടിച്ചു. ഇതാണ് ഗജേന്ദ്രമോക്ഷം. ഏറ്റവും ചുരുക്കിയാണ് ഞാൻ എല്ലാം ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത്. പലതുമുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഭാഗവതമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മറ്റ് പുരാണങ്ങളിൽ നിന്നും ചില ഭാഗങ്ങൾ എടുത്തതിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഭാഗവതത്തിൽ ഇതില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ചില ഭാഗങ്ങൾ, വളരെ ചുരുക്കമായ ഭാഗങ്ങൾ, കാരണം വിസ്താരം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണത് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതഃ, ധർമ്മോ രക്ഷതി രക്ഷിതഃ, ധർമ്മോ രക്ഷതി രക്ഷിതഃ. നമസ്കാരം, നന്ദി.